ടി.സി ബുക്സും കോട്ടയം ലുലു മാളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലുലു റീഡേഴ്സ് ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനം മെയ് 6 വൈകുന്നേരം 5 മണിക്ക് പ്രിയ എഴുത്തുകാരി കെ. രേഖ നിർവഹിച്ചു. മെയ് 6 മുതൽ 20 വരെയാണ് റീഡേഴ്സ് ഫെസ്റ്റ്. എഴുത്തുകാരുടെ സംവാദങ്ങൾ, സംവേദനാത്മക വർക്ക്ഷോപ്പുകൾ, ചിന്തോദ്ദീപകമായ പുസ്തക പ്രഭാഷണങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെട്ട വായനയുടെ ഒരു ഊർജ്ജസ്വലമായ ആഘോഷത്തിൻ്റെ അനുഭവങ്ങൾ ആസ്വദിക്കാം. ഇന്നും നമ്മൾ 25 കൊല്ലം മുമ്പ് വായന മരിക്കുന്നു എന്ന് ഞങ്ങളെപ്പോലുള്ള എഴുത്തുകാരെ സംബന്ധിച്ച് വലിയ ആശങ്ക തോന്നിയിട്ടുണ്ട്. അത്തരം വാർത്തകളും അത്തരം കാര്യങ്ങളും വരുമ്പോൾ എല്ലാ വർഷവും നമ്മൾ ജൂൺ 19 വായനാ ദിന പുസ്തക ദിനമൊക്കെ ആചരിക്കുമ്പോൾ അന്നൊക്കെ ഈ വിഷയമാണ് വായന മരിക്കുകയാണോ എന്ന്. പക്ഷെ വായന മരിക്കുന്നില്ലെന്നും ഈ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ ഒരു പുസ്തകം പോലും 15,000 കോപ്പിയിലധികം വിറ്റു എന്ന് പറയുന്നിടത്ത് എന്താ പറയുക, സാധാരണ നമ്മൾ പറയില്ലേ സരസ്വതി ഉള്ളിടത്ത് ലക്ഷ്മി ഉണ്ടാവില്ല, ലക്ഷ്മി ഉള്ളിടത്ത് സരസ്വതി ഉണ്ടാവില്ല എന്ന് പറയും. പക്ഷെ ഇത് രണ്ടും ഒന്നിച്ച് ചേരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു ബുദ്ധി എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഈ പുസ്തകങ്ങൾ ഇനി ആളുകൾ വായിക്കുമോ, സോഷ്യൽ മീഡിയയുടെ കാലത്ത് ആളുകൾ സ്ക്രീൻ ടൈം കൂടുന്നു, ആളുകൾക്ക് പുസ്തകങ്ങളിലേക്ക് എത്തിപ്പെടാൻ വളരെ പ്രയാസമുണ്ട് എന്നൊക്കെ നമ്മൾ ആശങ്കപ്പെടും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെയല്ല. അനുദിനം പുസ്തകങ്ങൾ ഇങ്ങനെ വളരുന്നു. അതിന് ഏറ്റവും നല്ല മാർക്കറ്റിംഗ്, പുസ്തകങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യുമോ എന്നൊക്കെ പണ്ട് എഴുത്തുകാർക്ക് പ്രതിഫലം കിട്ടണം എന്ന് പറയുമ്പോൾ ഒരു കവി ചോദിച്ചിട്ടുണ്ട്. കവനത്തിന് കാശ് കിട്ടണപ്പോൾ കവിയെ സാഹിത്യ തേവിടിശിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എഴുത്തുകാർക്ക് ന്യായമായ പ്രതിഫലം കിട്ടുകയും എഴുത്തുകൊണ്ട് ജീവിക്കുന്ന എഴുത്തുകാരെന്ന മലയാളത്തിലുണ്ട്. ഇന്ത്യ പോലെ ഒരു വലിയ രാജ്യത്ത്, ഒരു കൊച്ചു സംസ്ഥാനത്ത് മലയാളം പോലെ ഇത്ര കുറച്ച് മനുഷ്യർ മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷയ്ക്ക്, ആ ഭാഷയിലെ സാഹിത്യത്തെ ഇത്ര സുന്ദരമായിട്ട് കൊണ്ടുപോവുകയും ഇത്ര സുന്ദരമായിട്ട് അത് ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ പ്രക്രിയയല്ല. അത് നമ്മളിതിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ, ഞാൻ നേരത്തെ പത്രപ്രവർത്തകയായിരുന്നു. ആ സമയത്ത് DC കിഴക്കേമുറിയെ കുറിച്ചൊരു സ്റ്റോറി തയ്യാറാക്കിയിട്ടുണ്ട്. അന്ന് അതിൽ പ്രധാനമായിട്ടും നമ്മൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കളക്ട് ചെയ്തപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഓഫീസിലേക്ക് പോകുന്ന സമയം നോക്കിയിട്ട് ആളുകൾ വാച്ച് കറക്റ്റ് ചെയ്യുമായിരുന്നു. അത്ര കൃത്യതയുണ്ടായിരുന്നു. 2, അദ്ദേഹം റിട്ടയർമെൻറ്റിന് ശേഷമാണ്, 60 വയസ്സിന് ശേഷം നമുക്ക് എല്ലാ മനുഷ്യരും ജീവിതം അവസാനിച്ചു എന്ന് കരുതുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ഇങ്ങനൊരു പ്രസ്ഥാനം കെട്ടിപ്പടുത്തത്. ആ പ്രസ്ഥാനം ഇന്ന് കേരളം മുഴുവൻ അതിനെ ഇപ്പോൾ ലുലു മാൾ പോലെ ഒരു പുതിയ കാലത്തിൻ്റെ ഷോപ്പിംഗ് രീതികളുമായിട്ട് അതെങ്ങനെ ചേർത്ത് വെച്ച് കൊണ്ടുപോകാം എന്ന് ആലോചിക്കുകയാണ്. ആ ആലോചന എത്ര സക്സസ് ആയിട്ട് നടക്കുന്നു. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പത്രങ്ങളൊക്കെ നിരന്തരം ചർച്ച ചെയ്തിരുന്ന വിഷയമായിരുന്നു മലയാളം മരിക്കുകയാണ്, മലയാളം ഇല്ലാതാവുകയാണ്, ആളുകൾ മറ്റു ഭാഷകൾക്ക് പുറകെ പോവുകയാണ്. നമ്മളിപ്പോൾ കോട്ടയത്ത് പോകുമ്പോൾ കാണാം ജർമ്മൻ ഭാഷ പഠിക്കുന്ന സ്ഥാപനങ്ങൾ, മറ്റു ഭാഷകൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ. ആളുകൾ ജീവിതത്തിന് വേണ്ട പണം കണ്ടെത്താൻ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു, അപ്പോൾ മലയാളികൾ ഇല്ലാതാവുന്നു എന്നൊക്കെ നമ്മൾ ആശങ്കപ്പെടുന്നു. പക്ഷേ ഇങ്ങനെ പുറത്തു പോകുന്ന മനുഷ്യർ കൂടുതൽ ആവേശത്തോടെ, കൂടുതൽ സ്നേഹത്തോടെ സ്വന്തം നാട്ടിലെ അക്ഷരങ്ങളിലേക്കും സാഹിത്യത്തിലേക്കും സിനിമയിലേക്കൊക്കെ മടങ്ങി വരുന്നു എന്നത് തന്നെയാണ് നമ്മുടെ ഒരു വലിയ നേട്ടം. അത് പുസ്തകങ്ങൾ ഇങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അത് വിദേശത്തുള്ള ആളുകളാണ് പുസ്തകങ്ങൾ കൃത്യമായിട്ട് വായിക്കുന്നത്. അപ്പോൾ നമ്മൾ ആശങ്കപ്പെട്ടതുപോലെ ലോകം വലുതുന്നു, മലയാളികൾ അന്യനാട്ടിലേക്ക് ദേശങ്ങൾ കടന്നു ചെന്ന് പോകുന്നു, അപ്പം നമ്മുടെ മലയാളത്തിനും പ്രസക്തി ഇല്ലാതാവുന്നു എന്നൊക്കെ നമ്മൾ ഭയപ്പെട്ടപ്പോൾ തിരിച്ചാണ് സംഭവിക്കുന്നത്. അത് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയ മലയാളത്തിലെ പ്രസാധകരാണ് DC ബുക്സ്. DC ബുക്സിൻ്റെ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളിപ്പോൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് OV വിജയൻ്റെ തലമുറകൾ ഇറങ്ങിയിരുന്നത്. അത് ഓരോ പുസ്തകത്തിനും ഓരോ കവറായിരുന്നു അന്ന് DC ബുക്സിൻ്റെ ഒരു പ്രധാന മാർക്കറ്റിംഗ് രീതി. അന്ന് നമ്മളൊക്കെ തലമുറകളുടെ കവർ വാങ്ങി വളരെ കൗതുകത്തോടെ, അഭിമാനത്തോടെ സൂക്ഷിച്ചു വെച്ച ഒരു അനുഭവമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പുതുമയുള്ള രീതികളിലൂടെ മാത്രമേ ഇനി വായനക്കാരിലേക്കും സാധാരണ മലയാളികളിലേക്കും പുസ്തകത്തിന് കടന്നെത്താനാവൂ. അത് നന്നായിട്ട് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ഈ രീതിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു, എല്ലാ നന്മകളും നേരുന്നു.